നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധാവസ്ഥ ദിവസേന കൂടുതൽ കടുത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് അമേരിക്ക പുതിയതായി നൽകുന്ന സൈനിക സഹായത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകം മുഴുവൻ ഭീതിയോടെയാണ് അതിനെ ഉറ്റുനോക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ ഇസ്രയേലിൽ എത്തിയതായി സ്ഥിരീകരിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വന്നു. 2 ചരക്കു കപ്പലുകളിലും വിമാനങ്ങളിലുമായി 6500 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങളാണ് ഇസ്രയേലിൽ എത്തിയത്. ഹൈഫ, അഷ്ദോദ എന്നീ തുറമുഖങ്ങളിലാണ് കപ്പലുകൾ എത്തിയത്. വ്യോമ കരസേനകൾക്ക് ആവശ്യമായ വെടിക്കോപ്പുകൾ, സൈനിക ട്രക്കുകൾ, JLTV കോമ്പാക്ട് മൊബിലിറ്റി വാഹനങ്ങൾ എന്നിവയാണ് അമേരിക്ക കൈമാറിയതെന്നാണ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. അമേരിക്കയിൽ നിന്ന് എത്തിച്ച യുദ്ധസാമഗ്രികൾ രാജ്യത്തെ വിവിധ സൈനിക താവളങ്ങളിലേക്ക് മാറ്റിയതായി IDF അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചതു മുതൽ ഇതുവരെ 1,15,600 ടണ്ണിലധികം സൈനിക ഉപകരണങ്ങൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട്. ഇതിനായി 403 വിമാന സർവീസുകളും 10 കപ്പൽ സർവീസുകളുമാണ് ഇതുവരെ ഉപയോഗപ്പെടുത്തിയത്. വരും ആഴ്ചകളിൽ സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറൽ അമീർ ബരാം അറിയിച്ചു. ശത്രുക്കൾക്കെതിരെ ഏത് സമയത്തും എവിടെയും പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കാൻ ഇസ്രയേൽ പ്രതിരോധ സേനയെ സജ്ജമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രതികരണം. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന സൈനിക സഹായം വെറുമൊരു സഹായം മാത്രമായി കാണാൻ കഴിയില്ല. മറിച്ച് ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു കൂട്ടായ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനുമായുള്ള സംഘർഷം പല മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കടൽ മാർഗങ്ങൾ, എണ്ണ വിതരണം, അതിർത്തി സംഘർഷങ്ങൾ ഇവയെല്ലാം ചേർന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നൽകാൻ അമേരിക്ക മുന്നോട്ട് വരുന്നത്. ഇത് യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഇതുവഴി അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭവും ചെറുതല്ല. അതേസമയം ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ഒരു ഭീഷണിയുടെ സന്ദേശമുണ്ട്. ഇറാനെ നേരിടാൻ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കുന്നു. ഇത് വെറും സൈനിക സഹായം മാത്രമല്ല, രാഷ്ട്രീയ പിന്തുണയും കൂടിയാണ്. അതായത് യുദ്ധത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കാനുള്ള ശ്രമം കൂടിയാണ് ഇത്. എന്നാൽ ഈ സഹായം യുദ്ധം കുറയ്ക്കുമോ അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത്. കാരണം ഒരു പക്ഷത്തിന് കൂടുതൽ ശക്തി ലഭിക്കുമ്പോൾ മറുവശത്ത് നിന്ന് കൂടുതൽ ശക്തമായ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ഇതിനകം തന്നെ വിവിധ രീതികളിൽ തന്റെ പ്രതികരണം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം സംഘർഷം കൂടുതൽ ഉയർത്താൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഒരു പ്രാദേശിക പ്രശ്നമല്ലാതെ ആഗോള ശക്തികളുടെ ഏറ്റുമുട്ടലായി മാറുന്നുവെന്ന സൂചനകളും കാണാം. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്ത്, ഇറാനും അതിന്റെ സഖ്യങ്ങളും മറുവശത്ത്. ഇങ്ങനെ ഒരു വ്യക്തമായ വിഭജനം രൂപപ്പെടുകയാണ്. ഈ സൈനിക സഹായം ഒരു നിർണായക ഘട്ടത്തിലാണ് എത്തുന്നത്. ഇത് യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ: ഇത് സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണോ അല്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിലേക്കുള്ള തുടക്കമോ?